Oh, it's gone, it's gone. Now we both moved on. Oh, that's la la life. That's la la life. Baby. എല്ലാ ഗൈസ് മൊബൈൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ അനാർക്കി സർവറാണ് കേട്ടോ. ആസ്റ്ററിക് എന്ന് പറഞ്ഞ FT2 രാത്രിത്തെ ലൈവ് വന്നവർക്ക് അറിയായിരിക്കും. ആ സർവറിലാണ് കേട്ടോ. ഇപ്പം അനാർക്കാണ് കേട്ടോ കളിക്കുന്നത്. ഇപ്പം ഞാനൊരു പ്ലെയർ ഇങ്ങനെ വെറുതെ ഓടുമ്പോൾ ഗൈസ് ഞാൻ നൈസിൽ ബാക്ക് പോയിട്ട് കൊന്നു. എൻ്റെ ആ 2 ഹാർട്ട് ഉണ്ടായിട്ട് ഗൈസ് ഓൻ തിരിച്ചടിക്കാത്തതുകൊണ്ടായിരിക്കും. അങ്ങനെ ഓൻ്റെ ഡയമണ്ടും എല്ലാം കിട്ടി ഗൈസ് സെറ്റ്. പിന്നെ എക്സർ വർക്കാണ് കേട്ടോ. അങ്ങനെയാണ് ഈ ഇതെല്ലാം മെയിൻ ചെയ്ത്. ഇപ്പം ഹാർട്ടിൽ ഫുഡില്ല. താഴെ ഇറങ്ങിയ ഡാർക്കൊക്കെ ചാട്ടേനെ ഡാർക്കൊക്കെ ആയതുകൊണ്ട് സ്കെൽറ്റൻ അങ്ങനത്തെ എല്ലാം ഉണ്ടാവും അതിൻ്റെ ഇടയിൽ. അതുകൊണ്ട് ഇതാണ് നേരെ ചാടിക്കുള്ളൂ. ഇവിടെ ഒന്നും ഉണ്ടോ അറിയില്ല. എന്തെങ്കിലും സോംബി ആപ്റ്റ് ഉണ്ടായാൽ ചത്താ പോയി ഗൈസ്. ഫുഡ് എങ്ങനെയെങ്കിലും സെറ്റാക്കണമെന്ന്. ഓപ്ഷൻസ് റിസോഴ്സ് പാക്ക് ഓക്കെ 2 റെസിസ്റ്റൻസ് വെച്ചു. ഓക്കെ 9 2 റെസിസ്റ്റൻസ് ഓക്കെ. ഫസ്റ്റ് ഇതെങ്കിലും ഒരു ഫുഡ് സെറ്റാക്കണമെങ്കിൽ ഇവിടെ കുറേ ഷീപ്പ് കിടക്കുന്നുണ്ട്. കുറച്ച് ലാഗ് ഉണ്ട് കേട്ടോ, നിങ്ങൾ ശ്രമിക്കുക. ഇതെന്ത് ചാകത്ത് കുറേ അടിച്ച്. ഓ ലാഗ്, ഓ ഭയങ്കര ലാഗ്. ഓ സ്കെൽട്ടൻ ഓ ചത്ത് ചത്ത് ചത്ത്. പേടിച്ചൊന്നുമല്ല കേട്ടോ ഗൈസ്, പേടിച്ചിട്ടൊന്നുമല്ല. ഇതായി സർവറിൽ കയറിക്കാണ്. ഫുഡ് എങ്ങനെയെങ്കിലും കുറച്ച് ഫുഡിട്ട് ആ സ്കെൽട്ടൻ പോയോന്തോ. ഓ കൊല്ല് ചാനലിൽ സൂമില്ല, നല്ല ലാഗുണ്ട്. നേരാണ് കൊല്ലാട്ടുന്നില്ല. കസ്റ്റം കൺട്രോൾ കുറച്ചും കൂടി നല്ല വൃത്തിക്കാക്കണം. ഇപ്പം തൽക്കാലത്തേക്ക് കഴിഞ്ഞ വീഡിയോ എടുത്തിട്ട് അങ്ങനെ ഇത്രയാണ്. കഴിഞ്ഞ വീഡിയോ കാണാത്തവർ കാണുക. ഇതാണ് എങ്ങനെയാണ് പൂജ ലോഞ്ചർ മൊബൈലിൽ മൈൻക്രാഫ്റ്റ് ജാവ കളിക്കലാണ് കേട്ടോ. പിന്നെ ബെഡ് വാർസ് അങ്ങനത്തെ എന്തെങ്കിലും കളിക്കണമെന്ന് ഞാൻ കമൻറ്റ് ചെയ്യാം. അടുത്ത വീഡിയോ എന്താക്കണ്ടത് നിങ്ങൾ ഇതാക്കാം. ഫസ്റ്റ് ഇങ്ങനെ ഫർണസ് ഉണ്ട്. ഫർണസ് ഉണ്ട്, 3 ഫർണസ്. ഓ കുറച്ച് ലൂട്ടായിട്ടായില്ലേ ടൈം. ഒരു ബേസ് എങ്ങനെ ഇന്നത്തെ വീഡിയോയിൽ ഒരു ബേസ് ആക്കാം. അതായിരിക്കും നല്ലത്. ഇന്നത്തെ വീഡിയോയിൽ ഒരു ബേസ്, കൊച്ചു ബേസ് വെച്ചാൽ ബേസിൻ്റെ സ്ഥലം ഒരു ചെറിയൊരു കുയ്യ അത്രയാണ് ഉണ്ടോ. തൽക്കാലത്ത് നല്ല സെറ്റപ്പ് ബേസ് ആക്കണമെങ്കിൽ അത് നോക്കാം. കുറച്ച് 2-3 എപ്പിസോഡ് എഡിറ്റ് ആക്കാം. അത് ഫുഡ് ആയിക്കട്ടെ. ഹെൽത്ത് കൂടിട്ട് ഓമ്പിയേറ്റാകുമ്പോൾ ചപ്പ് ഫുഡ് കഴിക്കാം. ഹർട്ടോടല്ലേ ഓ ഫുള്ളായിട്ട് ഓക്കെ എല്ലാം എടുക്കാം. ഓക്കെ ഇനി കുറച്ച് ഒന്നുകൂടി ഓക്കെ ഫർണസ് ഒട്ടിച്ചെടുക്കാം. അങ്ങനെ അണ്ടർഗ്രൗണ്ട് ബേസ് അണ്ടർഗ്രൗണ്ട് ബേസാണ് കേട്ടോ. വള്ളത്തിൻ്റെ അടിയിൽ കോളിട്ടിട്ട് വള്ളത്തിൻ്റെ അടിയിലാണ് കേട്ടോ ബേസാക്കുന്നത്. അനർക്കാണ് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് തിരിയാറില്ല. അത്യാവശ്യം അടുത്ത് തന്നെ കേട്ടോ സ്പോണ്ട്. അതാണ് കുറച്ച് ദൂരം നിന്ന് പറ്റും. ഇപ്പം താൽക്കാലിക ബേസാണ് കേട്ടോ ആക്കുന്നത്. പിന്നെ നല്ലൊരു ബേസ് ആക്കണം. ഇപ്പം തൽക്കാലത്തേക്ക് ഇപ്പം അത്ര ദൂരം നിന്ന് പോയിട്ട് ഒരു 4000 ഒരു 40,000 എല്ലാം പോയിട്ട് ഇതൊക്കെ ബേസ് ആക്കാം. ഒരു വീടനാക്കിയാലോ. ഓക്കെ ഇത് വീടാക്കാം. ഇത് വെള്ളത്തിൻ്റെ ഒരു മുങ്ങിച്ചങ്ങനത്തെ വേഗം മേലെ കൊണ്ടിട്ട് ചെറിയൊരു ലാഗും ഉണ്ട് സർവറിൽ. പിന്നെ എൻ്റെ മൊബൈലിൻ്റെ ലാഗും ചെറിയാണ്. ടോർച്ച് ഉണ്ടാക്കാം. സ്റ്റിക്കില്ല, സ്റ്റിക്കൊക്കെ ഗാർഡനൊക്കെ കോള് ഓക്കെ. ടോർച്ച് എന്തിപ്പം അങ്ങനത്തെ എന്തൊന്നും അങ്ങനെയല്ല. എന്താ കുറേ പ്രശ്നമൊക്കെ കോളേജ് എന്നൊക്കെ ഓക്കെ. കോളേജിന് ടോർച്ച് ഇട്ട് ഫുഡ് വേണ്ട ഇതെടുക്കുക. കോളേജ് ടോർച്ചൊക്കെ ഓക്കെ. ഇപ്പം നല്ല വിളിച്ചു ഇനി താലോട്ട് കുഴിച്ചു വെച്ചു. പിന്നെ ഈ സർവറിന് എന്താ അറിയില്ല ഒരു പ്രശ്നം ഉണ്ടായി. ഐറ്റംസ് എല്ലാം വേഗം ഡിസ്പോൺ ആകും ഗൈസ്. എന്താണെന്ന് വെച്ചാൽ അത്ര വേഗം അത്യാവശ്യം വേഗം ആകുന്നു. സാധാ സർവറിൻ്റെ കാട്ടി അത്യാവശ്യം കുറച്ച് വേഗം ആകുന്നതുകൊണ്ട് ഇതെടുക്കുക.
താഴോട്ട് പോവാ. കുറേ ദൂരമൊന്നും പോകുന്നില്ല, അത്യാവശ്യം കുറച്ച് കോൾ എടുക്കാമല്ലോ, ടോർച്ചാക്കാം. കോൾ എടുക്കാം. ഇവിടെ തന്നെ പീസാക്കുന്നെല്ലാം ആക്കാമല്ലേ? വേണ്ട, ഇവിടെ കോപ്പറെല്ലാം വേണ്ട. ഈ കോള് മൊത്തം മൈൻഡ് ചെയ്തെടുക്കട്ടെ. കോൾ കുറേ കോളുണ്ടോ? ഇതെന്താ ഇത്രയെല്ലാം കോള്? ഇത്രയൊന്നും കിട്ടില്ലല്ലോ. 23. ഓ 4. ഓ ആടുണ്ടല്ലോ. ഓ ഇത് കുറേ കോൾ കിട്ടി. AC മേലും ഉണ്ടാവും, എടുക്കണ്ട. താഴോട്ട് പോയിന് കുറച്ചും കൂടി. ഇത് വള്ളത്തിൻ്റെ ആയിട്ട് മേലെ നിൽക്കുന്നുണ്ട്. ഓ ഇനി പോവാനിട്ടില്ല. ലഷ്കേ പോകുന്ന ലഷ്കേവല്ലാതെ ഉണ്ടാക്കില്ല. ലഷ്കേവനാന്നല്ലേ ഇനി താഴോട്ട് പോകാറ്റില്ല. ഈ ഒരു അയൺ. ഓ നമുക്ക് അയൺ ആവശ്യമില്ല. ഡയമണ്ട് ആർമർ ഉണ്ടാവും. മന്ദിരം അയൺ ആവശ്യമുണ്ടാവും, എടുക്കാം. ചെറിയൊരു ലാഗ് ഉണ്ട്. 8 അയൺ എടുക്കാം. ഭയങ്കര ലൂട്ടേസ്. ഒരു ചെസ്റ്റ് ആക്കിയിട്ട് വെക്കണം ഫസ്റ്റ്. ഉണ്ട് ഇതൊന്ന് കുറച്ചൊന്ന് ലെവലാക്കട്ടെ. ലഷ്കേവല്ലാതെ ഇത് വെച്ചില്ലല്ലോ. എന്തായാലും പേര് എന്തുകൊണ്ടല്ലോ ലഷ്കേവല്ലാതെ വെച്ചില്ല. ഇത് കുറച്ച് അത്യാവശ്യം ഇപ്പം ഇങ്ങനെ ബെൽഡായിട്ട് ആക്കുന്നൊന്നുമില്ല. അനാർക്കല്ലേ ഇങ്ങനെല്ലാം മതി. എന്തായാലും ഗ്രീഫാകാൻ പോകുന്ന എന്തായാലും ഗ്രീഫാകും. നല്ലൊരു ബ്ലോക്ക് കൊണ്ട് കൂട്ടാം. ഒരു ചെസ്റ്റ് ഫസ്റ്റ് ഉണ്ടാക്കി വെക്കണം. എന്നാലേ ഈ ലൂട്ടെല്ലാം ഇതെല്ലാം ഡിസ്പോൺ ആണെന്ന് പറ്റിയാലേ എല്ലാം ചെസ്റ്റ് വെക്കാമല്ലോ. ഡിസ്പോൺ ആണെന്ന് പറ്റിയ നല്ലേ. ഒരു ലാഡർ വെക്കണം ഇതിൻ്റെ മേലേക്ക് പോകാൻ. ഇപ്പം ഇന്നത്തെ ഒരു ബെഡെങ്കിലും ആക്കണം കേസ്. ആവില്ല എന്തായാലും. ഷീപ്പൊന്നും അങ്ങനെ കിട്ടുന്നില്ല. ബെഡെങ്കിലും നോക്കാം കേസായിരിക്കും. ക്ലേ ആണ് എൻ്റെ പേര് എഴുതി കാണിക്കുന്നത്. ക്ലേ ലഷ്കേവില്ലാതെ ഉണ്ടാക്കില്ലല്ലോ. ഇല്ല. ഈ വുഡ് എടുത്തിട്ട് ഒരു വുഡ് എടുക്കട്ടെ. വുഡ് ഉണ്ടോ? ജംഗിൾ പ്ലാങ്ക് ഉണ്ട്. ഇത് നമുക്ക് സ്റ്റീക്ക് എടുക്കാം. ഇവിടെ ഒരു ക്രാഫ്റ്റിൻ്റെ ഉള്ളിൽ കുറേ ഉണ്ട്. ഫുള്ളും വെക്കാം, നടുവിലും വെക്കാം. പിന്നെ എന്താക്കണ്ട്? ഇത് വുഡാക്കാം. ഒന്ന് എന്നിട്ടൊരു ചെസ്റ്റ് ആക്കാം. ചെസ്റ്റ് കൊടുത്തോ? ഇല്ലല്ല, ചെസ്റ്റ് ആണെന്നില്ലല്ലോ. ഇപ്പുറം പോയോ? ഇതാണ് ചെസ്റ്റ്. ഇത്ര 2 ചെസ്റ്റ് ആക്കാം. 2 ചെസ്റ്റ് എടുക്കുക. ഇത് ചാടാ ചാടാ. വീട് ഇതിൻ്റെ മേലൊക്കെ. ഓക്കെ, ഇങ്ങനെ ക്ലിക്ക് ചെയ്യാം. ഒന്നുമില്ല, ബ്ലോക്കെല്ലാം വെക്കാം. ഒന്നും ആവശ്യമില്ല. ഇതെല്ലാം വെക്കാം. ഇതെല്ലാം എടുക്കട്ടെ. കുറേ ഇത് ഓക്കെ. എല്ലാം ഒന്നും ഡിസ്പോൺ ആയിട്ടാ. ഒന്നും ഡിസ്പോൺ ആയിട്ടാ. ഓക്കെ, അയൺപിക്കേക്സൊന്നും വേണ്ട, അത് വെക്കാം. ഡയമണ്ട് ആർമർ വെക്കണം. ഡയമണ്ട് കേക്സ് ഇതെല്ലാം വെക്കാം. സ്റ്റഫ് ഓക്കെ. കോബിസ്റ്റോൺ ഉണ്ടാക്കി. ഡയമണ്ട് ആർമർ ഒന്നും വെക്കണ്ട. എന്തായാലും ആരെങ്കിലും ഗീഫായാൽ പോയില്ലേ. ഡയമണ്ട് അത്യാവശ്യം എക്സലുണ്ട്, എന്നാലും ഡയമണ്ടെല്ലാം കൈമണ്ണുണ്ടായിക്കോട്ടെ. ഈ ടോർച്ച് ഒട്ടിച്ചിട്ട് ഇപ്പുറം വെക്കാം. മേലോട്ട് കയറൈസ്. ഒരു ഷീപ്പ്, ഒരു ബെഡ് എങ്ങനെയും സെറ്റ് ആക്കണം. അതുകൊണ്ടൊരു ഷീപ്പിനെ അതിനൊരു കൊല്ലണം. മേലോട്ട് പോവാം. ഈ ടോർച്ച് ഉണ്ടാക്കാം. മേലോട്ട് കയറി. ചെറിയൊരു ജലദോഷം ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ശബ്ദം കുറച്ച് വ്യത്യാസമുണ്ട്. ചെറിയൊരു ജലദോഷമാണ് കേട്ടോ. ഇത് ടോർച്ച് പൊട്ടിക്കുക, ഇപ്പുറം പൊട്ടിക്കുക, എടുക്കുക. ഓക്കെ, ഇനി മേലത്തുള്ളൂ. ഇനി പറന്നു പോവാ. ഓക്കെ, ഷീപ്പാട് ഇങ്ങോട്ട് പോയാ ഇതുണ്ടോ അറിയില്ല. പറഞ്ഞ പോലെ വുഡ് വേണമല്ലേ? വുഡ് കുറവാണ്. ഈ വുഡ് മൊത്തം മുറിക്കൊന്നും വേണ്ട. ഒരു 3/4 ഭാഗമെങ്കിലല്ലോ, ഒരു 1/2 ഭാഗമെങ്കിലും മുറിക്കാം. ഫുള്ളൊന്നും ആവശ്യമില്ല. ഇത് ഫുള്ള് മുറിക്കേണ്ട ആവശ്യമില്ല, കുറച്ച് മുറിക്കാം. ഫുള്ള് മുറിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. ഫുള്ള് മുറിക്കാതെ വെച്ചിട്ട് ഒന്നും ഇഷ്ടമല്ല.
തൽക്കാലം ഒരു ഒന്നുകൂടി ഇവിടുന്ന് പറ്റുന്ന അത്ര എടുക്കാം. ഇത് ഫുള്ളും ഇവിടുന്ന് തന്നെ ഫുള്ളും മുറിക്കാറ്റൊരു ഫുള്ള് മുറിക്കാം. ഫുള്ള് മുറിക്കാം. മരം ഏതായാലും ഇത്രയില്ല, മേലോട്ട് കയറാതെ തന്നെ മുറിക്കാം. ഇത് ഫുൾ ഓക്കെ. ഈ മരം ഫുൾ തന്നെ യെസ്. ചെറിയൊരു മരം അത്യാവശ്യം താലോട്ട് വെഞ്ച് ചെയ്യാം. ഇത് ഓക്കെ. ടോട്ടൽ എത്ര കിട്ടിയുണ്ട് നോക്കാം. സാപ്ലിങ് ഓക്കെ. എന്തെല്ലാം ഉണ്ടോ? ഒരു ഷീപ്പ് എങ്ങനെയെങ്കിൽ അല്ല അതിനാണ് പിന്നെ വീഴേണ്ടവർക്ക് അറിയാം. ഡയമണ്ട് ഭാരം ക്ലാൻ്റെ നടുവത്തെ വശമുണ്ട്. പുറത്ത് ബേസ് കാണുന്നില്ല. ബേസ് പോയാ ദേടി കാണുന്നില്ലല്ലോ. കേവ് ബേസ് കാണാതെ. ഇനി ബേസ് കണ്ടുപിടിക്കണമെങ്കിൽ വീഡിയോ എഡിറ്റ് ആക്കുമ്പോൾ ഇനി നോക്കണം. കിട്ടി. ഇതന്നെ ഒന്ന് അവിടെ ഒരു ടവറാക്കി ഒക്കെ. ഇനി വീഡിയോ ഒന്നുകൂടി നോക്കി. ഇതന്നല്ലേ? ഇതന്നെ ആയിരിക്കും. ഇനി ഷീപ്പിനകത്തപ്പം കോഴിയുണ്ട് ഇഷ്ടം പോലെ. ഷീപ്പ് ഒന്നുമില്ല ഒന്ന് കാണില്ല. ഫുഡിന് എടുക്കായി കോയിന്. അവിടെ ഇനെങ്കിലും ഇനെ ഇവിടെ ഓക്കെ. ബേസ് പോട അനു ഐസ് ബക്കറ്റ് ചലഞ്ച്. കോഡ്സ് ഉണ്ട്. അല്ല -5 ഈ കോയിന് ഓക്കെ. ഫുഡ് സെറ്റായി. പക്ഷെ ഉറങ്ങണമെങ്കിലല്ല റെസ്പോൺസ് പോയിന്റ് സെറ്റ് ചെയ്യണമെങ്കിൽ ഒരു ഷീപ്പാണ്. ഒരു ഷീപ്പ് കാണില്ല. ബേസ് ഉണ്ടാക്കൂ. ബേസ് ഉണ്ടാവുണ്ടോ എന്നോടോ ഗൈസ്? ഞങ്ങൾക്കൊരു സ്നോ എന്തിപ്പോ ബേസ് എൻട്രൻസ് എവിടെ വിൻഡൻ പ്രോ. ഓനെൻ്റെ ബേസിലെത്തിയ ബേസിന് ഓനൊക്കെ അറിയുന്നില്ലേ? സ്നോ ഓ ഇതാരും ഇത് എൻ്റെ ബേസിലെത്തിയ എൻ്റെ ബേസ് നമുക്ക് കിട്ടുന്നില്ലേ? അത് തന്നെ കീബോർഡ്. ഓക്കെ കീബോർഡ് ഗൈസ്. ഇനി വീട് ഏടി ഒരു ഷീപ്പ് പോലെ ഇല്ലേ? ബേസിലേക്ക് പോകുന്ന തന്നെ നല്ല ഒന്ന്. ഈ ടവർ ഒട്ടിക്കണം. ഇതിൽ അത് കണ്ടിട്ട് തന്നെ എല്ലാവർക്കും തിരിയണം ഗൈസ്. ടവർ ഒട്ടിക്കണം. കുറച്ച് ലാഗ് ഉണ്ട് ഗൈസ്. അത് ക്ഷമിക്കുക. അയ്യോ കീബോർഡ് ഗൈസ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കീബോർഡ് വരുന്നു ഗൈസ്. ഒരേ കീബോർഡിൻ്റെ എന്തോ പ്രശ്നമുണ്ട്. ആവശ്യമുള്ള സമയത്ത് നങ്ങൂല. പക്ഷെ നങ്ങണ്ട വിചാരിക്കുന്ന സമയത്ത് നങ്ങും. ഓക്കെ പോയി. മുങ്ങിച്ചാവും കഴിച്ച് പോയി. അങ്ങനെ പൊട്ട്. അയ്യോ ഓക്കെ. ഒന്നുകൂടി വേണം. 1 2 3 സ്റ്റാർട്ട്. പൊട്ടി വേഗം പൊട്ടി. ഓക്കെ പൊട്ടി. അടുത്ത് പൊട്ടി. കുറച്ചും കൂടി അല്ലേ? പൊട്ട് മൂടി ശ്വാസം ചത്തിട്ടില്ല. ഫുഡല്ലേ കുറവാണ്. ചത്തക്കണ്ട പൊട്ടി. ഇനി ഒന്നുകൂടി ഇല്ല. ഇത് പൊട്ടിക്ക. ഓക്കെ കഴിഞ്ഞ രാവിലെ എന്തിനാ ഓർത്ത് ബേസ് കായ്സ്. ഇതല്ല ബേസ്. ഇതല്ല ഗൈസ്. മുഞ്ചി ബേസ്. ഇതല്ല പോക്കുമോ കോഡ്സ് 100 ഓർമ്മ. അയ്യോ ഇത് പൊട്ടി വേണ്ടല്ലോ ഗൈസ്. ഒന്നും കിട്ടുന്നില്ല. ഇന്നത്തെ വീഡിയോ ഇത്രയല്ലോ. അടുത്ത വീഡിയോയിലേക്ക് കാണാം. ടാറ്റാ ബൈ.